ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിക്കവാറും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഉലുവ വെള്ളം. ഞാനതൊരു വ്ളോഗിൽ കാണിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചു അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറയാം. ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് 2 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട്. അതിപ്പോൾ ഒന്ന് തിളപ്പിച്ച് വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമൊക്കെ നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മൾ തലേദിവസം രാത്രി ഇട്ട് വയ്ക്കുക. പിറ്റേന്ന് നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഈ ഉലുവ മാറ്റിയതിന് ശേഷം വെള്ളം മാത്രമായിട്ട് കുടിക്കാവുന്നതാണ്. ഞാനിവിടെ എടുക്കുന്നത് 2 പേർക്കുള്ളതാണ്. അപ്പോൾ ഒരാൾക്കുള്ളതാണെങ്കിൽ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക, അതുപോലെ 1 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പുകളൊക്കെ അകറ്റാനായിട്ട് ഉലുവ വെള്ളം സഹായിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ പൊതുവെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലും അതുപോലെ നല്ല കൊളസ്ട്രോൾ കുറവുമായിട്ടായിരിക്കും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുക. നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതിനും അതുവഴി തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ടോക്സിൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ക്യാൻസർ പോലുള്ളവയ്ക്ക് കാരണമാകുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ടോക്സിൻസ് അകറ്റുന്നതിനും ഉലുവ വെള്ളം വളരെ നല്ലതാണ്. ഇപ്പോൾ ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഒരല്പം തേൻ കൂടി ചേർത്തിട്ടും കുടിക്കാവുന്നതാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഉലുവവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് കൂടാതെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇപ്പോൾ ഫുഡ് കൺട്രോൾ ഇല്ലാത്തവർക്ക് പോലും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു പരിഹാരം തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിൽ കുടിക്കാവോ എന്ന് പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ സമയത്ത് വെയിറ്റ് കുറയ്ക്കുന്നതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം. വെയിറ്റ് കുറയ്ക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ മറ്റു ചികിത്സയിലൊക്കെ ഇരിക്കുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഡയറ്റിൽ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട്. PCOS ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. പൊതുവേ അവർക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അമിതവണ്ണം ഉണ്ടാകുകയും ചെയ്യും. ഫുഡ് കഴിച്ചിട്ടുള്ള വണ്ണം ആയിരിക്കില്ല അത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോർമൽ ഇൻസുലിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെട്ടെന്ന് നമ്മുടെ വണ്ണം കുറക്കാമെന്ന് കരുതിയിട്ട് അമിതമായ അളവിൽ ഇതൊരിക്കലും ഉപയോഗിക്കരുത്. എന്തും അമിതമായാൽ വിഷമാണെന്നാണല്ലോ പറയുന്നത്. അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിതമായ അളവിൽ, ഈ പറഞ്ഞ അളവിലൊക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. രക്തസമ്മർദ്ദം നോർമലായിട്ട് നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഉലുവ വെള്ളം കുടിക്കാത്ത ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ പനിയോ അസ്വസ്ഥതയോ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ പൊതുവേ ഈ രാവിലെ ആകുമ്പോൾ ഇത് തണുത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉലുവ വെള്ളം കുടിക്കാറില്ല. ഉലുവ വെള്ളം ഒഴിവാക്കേണ്ട വിഭാഗക്കാരെന്ന് പറയുന്നത് ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളവർ, ഇവരിത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉലുവ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.